നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ എനിക്ക് തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റൂ? എന്നെ കാണുന്ന ആൾക്കാർ മുഖത്തൊരു പുഞ്ചിരിയുമായി വരുന്ന സമയത്ത് വിഷമമാണെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെ കയറുമ്പോൾ നമുക്കും ചിരിച്ച മുഖത്തോടെ അവരെ അഭിമുഖീകരിക്കാൻ കഴിയാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, മനസ്സ് വിഷമിച്ച ഒരു ദിവസം നമുക്ക് വീട്ടിൽ പോകേണ്ടി വരാറില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്കൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് ഒരിക്കലും വീട്ടിൽ പോയി ഈ പ്രശ്നത്തിന് ബാക്കിയായി ടെൻഷൻ അടിച്ച് ഇരിക്കാറില്ല. അതുകൊണ്ട് ഓരോ ദിവസം വരുമ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരെ കേൾക്കാനൊരു മനസ്സ് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക്, അത് വാദിയായാലും പ്രതിയായാലും, അവർക്ക് പറയാൻ കുറേ കാര്യങ്ങൾ കാണും. ഈ കാര്യങ്ങൾ കേൾക്കാനൊരു മനസ്സ് കാണിച്ചാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പകുതി കഴിഞ്ഞു. അങ്ങനെ കേൾക്കാനൊരു മനസ്സ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിരിച്ച മുഖമായിട്ട് അവരെ നേരിടാൻ കഴിയുന്നുണ്ട്. പോവാന്നോന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് പോകത്തില്ല ഒരിക്കലും. കാരണം കഴിഞ്ഞ എൻ്റെ SI ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഞാൻ കഴിച്ചു കൂട്ടിയത് പുത്തൂരാണ്. എല്ലാ നല്ല അനുഭവങ്ങളും എൻ്റെ വ്യക്തി ജീവിതത്തിലായാലും പ്രൊഫഷണൽ ജീവിതത്തിലായാലും അതുപോലെ എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ നല്ല അനുഭവങ്ങൾ പുത്തൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുത്തൂർ സ്റ്റേഷൻ ലിമിറ്റിലെ ഓരോ വീട്ടിലെയും കുഞ്ഞു മക്കൾ തൊട്ട് വലിയ അച്ഛന്മാർ വരെ പേരെടുത്ത് വിളിക്കാനുള്ളൊരു അധികാരവും സ്നേഹവും അവരുടെ മനസ്സിലും കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചിരിച്ച മുഖത്തോടെ പോകണമെങ്കിലും നിറഞ്ഞ മനസ്സോടെ, വിഷമിച്ച മനസ്സോടുകൂടിയാണ് പോകുന്നത്. പോകേണ്ട ഒരു അനിവാര്യതയായതുകൊണ്ട് പോവുകയാണ്. എയർപോർട്ടിലേക്കാണ്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ലഭിച്ചേക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യാൻ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. അങ്ങനെ നാളെ കൊണ്ട് ഇവിടുന്ന് റിലീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുക. 5 വർഷമായില്ലേ? 2021 സെപ്റ്റംബർ 8 വന്നാണ്. ഇതിനകത്തൊരു 5 മാസക്കാലം എനിക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. എല്ലാം കൂടെ നോക്കുമ്പോൾ 4.5 കൊല്ലം, 5ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.